ലോകരാജ്യങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ അവസാനമായി അമേരിക്ക തെരഞ്ഞെടുക്കുന്ന വജ്രായുധം, അതിന്റെ പേരാണ് സ്വിഫ്റ്റ്. തോക്കോ പീരങ്കിയോ മിസൈൽ സംവിധാനങ്ങളോ വേണ്ട, പറയുന്നത് പോലെ പണിയെടുക്കാൻ ഇവൻ ഒരെണ്ണം മതി. അമേരിക്കയ്ക്ക് ബാക്കി രാജ്യങ്ങളെ മുഴുവൻ ചൊൽപ്പടിക്ക് നിർത്താൻ ഇവൻ ധാരാളം. ഇതുവരെ നമ്മൾ കണ്ട പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകത്തെ നിശബ്ദമായി വിറപ്പിക്കുന്ന ഒരു അദൃശ്യ ആയുധത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പീരങ്കികളോ മിസൈലുകളോ ആണവായുധങ്ങളോ ഇല്ലാതെ ഒരു രാജ്യം പോലും നേരിട്ട് യുദ്ധക്കളത്തിൽ ഇറങ്ങാതെ ചോര പൊടിയാതെ ഒരു ജനതയെ മുഴുവൻ സാമ്പത്തികമായി പട്ടിണിക്കിടാൻ ശേഷിയുള്ള അമേരിക്കയുടെ സാമ്പത്തിക പരമാധികാരത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം, അതാണ് സ്വിഫ്റ്റ് സിസ്റ്റം. സമീപകാലത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്ക് കൂടിയാണ് ഇത്. റഷ്യയെ സ്വിഫ്റ്റ് സംവിധാനത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അത് വെറും ഒരു ഉപരോധം മാത്രമായിരുന്നില്ല എന്നും മറിച്ച് സാമ്പത്തിക രംഗത്തെ ആണവായുധ പ്രയോഗമാണെന്നുമാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിശേഷിപ്പിച്ചത് പോലും. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്വിഫ്റ്റ് സിസ്റ്റം? കേവലം ബാങ്കുകൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ലോക വൻ ശക്തികളുടെ ഒഴുക്കിനെ പോലും മാറ്റിമറിക്കുന്ന ആഗോള രാഷ്ട്രീയ ആയുധമായിട്ട് മാറുന്നത്? അമേരിക്ക കെട്ടിപ്പടുത്ത ഈ സാമ്പത്തിക ചക്രവ്യൂഹത്തെ തകർക്കാൻ ചൈനയും റഷ്യയും ഇന്ത്യയും അടങ്ങുന്ന രാജ്യങ്ങൾ നടത്തുന്ന അണിയറ നീക്കങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര പണമിടപാടുകളുടെയും ആഗോള ഭൗമരാഷ്ട്രീയത്തിന്റെയും ഈ നിശബ്ദ യുദ്ധത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അല്ലെ. പലരും വിചാരിക്കുന്നത് സ്വിഫ്റ്റ് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ പണം നേരിട്ട് കൈമാറുന്ന ഒരു വലിയ ബാങ്ക് സംവിധാനമാണ് എന്നാണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റായ ധാരണ കേട്ടോ. യഥാർത്ഥത്തിൽ സ്വിഫ്റ്റ് എന്നത് സൊസൈറ്റി ഓഫ് വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഇതൊരു ബാങ്ക് അല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ബാങ്കുകൾക്ക് പരസ്പരം അതീവ സുരക്ഷിതമായി ആശയവിനിമയം നടത്താനുള്ള ഒരു ആഗോള സന്ദേശ വാഹന ശൃംഖല അല്ലെങ്കിൽ മെസ്സേജിംഗ് നെറ്റ്വർക്ക് ആണ്. 1973 ബെൽജിയം ആസ്ഥാനമായി ഈ സംവിധാനം രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് ടെലക്സ് പോലുള്ള വളരെ പതുക്കെയുള്ള സംവിധാനങ്ങളായിരുന്നു ബാങ്കുകൾ ആശ്രയിച്ചിരുന്നത്. എന്നാൽ സ്വിഫ്റ്റ് വന്നതോടുകൂടി കഥ മാറുകയാണ്. ഇന്ന് ലോകത്തെ 200-ലധികം രാജ്യങ്ങളിലായി 11,000-ലധികം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഈ ഒരൊറ്റ ശൃംഖലയ്ക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് പോലും. ഓരോ ദിവസവും കോടിക്കണക്കിന് ഡോളർ മൂല്യം വരുന്ന ദശലക്ഷക്കണക്കിന് ഇടപാടുകളാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഒരു ബാങ്കിൽ നിന്ന് വിദേശത്തേക്കുള്ള ഒരാൾക്ക് പണം അയക്കുമ്പോൾ പണം നേരിട്ട് പറന്നു പോവുകയല്ല ഇവിടെ ചെയ്യുന്നത്. പകരം ഞാൻ ഇത്ര പണം നിങ്ങളുടെ ബാങ്കിലോ ഇന്ന ആളുടെ അക്കൗണ്ടിലേക്കോ മാറ്റിയിട്ടുണ്ട്, അത് അവിടെ നൽകുക എന്ന കൃത്യമായ സന്ദേശം അടങ്ങിയ ഒരു രഹസ്യ കോഡ് സന്ദേശമാണ് സ്വിഫ്റ്റ് വഴി കൈമാറുന്നത്. ഇതാണ് സ്വിഫ്റ്റിന്റെ ജോലി. ഇത് ലഭിക്കുന്നതോടെ വിദേശത്തെ ബാങ്ക് ഇടപാട് പൂർത്തിയാകുന്നു. അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റ് ഇല്ലാതെ ഇന്നത്തെ ആഗോള വ്യാപാരം പൂർണ്ണമായും അസാധ്യമാണ്. സ്വിഫ്റ്റ് ബെൽജിയം ആസ്ഥാനമായുള്ള ഒരു സ്വതന്ത്ര കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്നും രാഷ്ട്രീയത്തിൽ അതിന് പങ്കില്ല എന്നുമാണ് ഔദ്യോഗികമായി പറയുന്ന കാര്യമാണ് കേട്ടോ. എങ്കിലും ഇതിന്റെ യഥാർത്ഥ നിയന്ത്രണം പരോക്ഷമായി അമേരിക്കയുടെയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും കൈകളിലാണ് എന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഒരു ബെൽജിയൻ കമ്പനിയിൽ അമേരിക്കയ്ക്ക് ഇത്രയും സ്വാധീനം വന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ലോക വ്യാപാരത്തിന്റെ സിംഹഭാഗവും നടക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ് എന്ന വസ്തുതയാണത്. ലോകത്തെ ഏത് ബാങ്ക് വഴി ഡോളർ ഇടപാട് നടത്തിയാലും അത് അമേരിക്കൻ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളെ ഈ സംവിധാനത്തിൽ നിന്ന് വിലക്കാൻ അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഒരു രാജ്യത്തെ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കുക എന്നാൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ശ്വാസനാളം അറുത്തു മാറ്റുന്നത് പോലെയാണ് നമ്മൾ കാണേണ്ടത്. സ്വിഫ്റ്റ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നതോടെ ആ രാജ്യത്തിന്റെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനോ സ്വന്തം സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് പണം വാങ്ങാനോ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. വിദേശത്ത് കിടക്കുന്ന തങ്ങളുടെ സ്വന്തം പണം പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ആ രാജ്യം ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഒറ്റപ്പെട്ടു പോകും. അമേരിക്ക ഈ കടുത്ത സാമ്പത്തിക ആയുധം ലോകത്തിന് നേരെ പ്രയോഗിക്കുന്നത് ഇതാദ്യമായിട്ടല്ല കേട്ടോ. 2012 ഇറാന്റെ ആണവ പദ്ധതികളെയും തന്ത്രപരമായ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഇറാനെ സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിയ ഒരു സംഭവമുണ്ട്. അതിന്റെ ഫലം വളരെ ഭീകരമായിരുന്നു. ഇറാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പല പ്രതിസന്ധിയുടെയും തുടക്കം ഇതാണ്. ഇറാന്റെ പകുതിയിലധികം എണ്ണ വരുമാനമാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. വിദേശ വ്യാപാരം പൂർണ്ണമായും സ്തംഭിച്ചതോടെ രാജ്യത്ത് കടുത്ത വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും രൂപപ്പെടുകയാണ്. ഇതേ ആയുധമാണ് റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെയും ഭാഗികമായി പ്രയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ കയറ്റുമതിക്കാരായ റഷ്യയുടെ പ്രധാന ബാങ്കുകളെ സ്വിഫ്റ്റിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യയുടെ വിദേശ നാണയ ശേഖരങ്ങൾ മരവിപ്പിച്ചു. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ ചെയ്യുന്നത് അമേരിക്കയാണ് കേട്ടോ. ഈ നീക്കങ്ങളുടെ ലോകരാജ്യങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അമേരിക്കയുമായി ഒരു തർക്കമുണ്ടായാൽ ഏത് വൻശക്തിയെയും ഒറ്റ രാത്രി കൊണ്ട് സാമ്പത്തികമായി പാപ്പരാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നതാണ് ആ കാര്യം. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയൊരു തല്ലിന് അവിടെ പോവാത്തത്.
ഈ തിരിച്ചറിവാണ് ലോകത്തെ മറ്റു വൻ ശക്തികളെ പുതിയ ചിന്തകളിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. അമേരിക്കയുടെ ഈ ഡോളർ ആധിപത്യത്തിനും സാമ്പത്തിക ബ്ലാക്ക് മെയിലിങ്ങിനും എത്ര കാലം നമ്മൾ കീഴടങ്ങി ജീവിക്കണം എന്ന ചോദ്യം ചൈനയും റഷ്യയും ഇന്ത്യയും അടങ്ങുന്ന രാജ്യങ്ങൾ ഗൗരവകരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് ആ ഘട്ടത്തിലാണ്. ഇതിന്റെ ഫലമായി രൂപപ്പെട്ട വലിയൊരു ആഗോള നീക്കമാണ് ഡി ഡോളറൈസേഷൻ. അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്നും ഡോളറിന്റെ സ്വാധീനം കുറയ്ക്കുക എന്നതാണ് ആ നീക്കം. അമേരിക്കയുടെ സ്വിഫ്റ്റിന് പകരമായി ചൈന തങ്ങളുടേതായ ഒരു ബദൽ സംവിധാനം വർഷങ്ങൾക്ക് മുൻപ് തന്നെ വികസിപ്പിച്ചെടുത്തിരുന്നു. അതാണ് CIPS അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ഇന്റർ ബാങ്ക് പേയ്മെന്റ് സിസ്റ്റം എന്നാണ് അതിന്റെ ഫുൾ നെയിം. ചൈനീസ് കറൻസിയായ യുവാൻ ഉപയോഗിച്ച് അന്താരാഷ്ട്ര പണമിടപാടുകൾ നടത്താൻ ഈ സംവിധാനങ്ങൾ സഹായിക്കുന്നുണ്ട്. റഷ്യ ആകട്ടെ SPFS അതായത് സിസ്റ്റം ഫോർ ട്രാൻസ്ഫർ ഓഫ് ഫിനാൻഷ്യൽ മെസ്സേജ് എന്ന പേരിൽ മറ്റൊരു സന്ദേശവാഹന ശൃംഖലയും കെട്ടിപ്പടുത്തിട്ടുണ്ട്. ഇത് റഷ്യയും ചൈനയും തമ്മിലുള്ള കച്ചവടത്തിന്റെ ഭൂരിഭാഗവും ഡോളറിനെയും സ്വിഫ്റ്റിനെയും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഈ രണ്ട് സംവിധാനങ്ങൾ വഴിയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചൈനയും റഷ്യയും എന്ന് പറയുന്നത് അമേരിക്കയുടെ കണ്ണിലെ കരടാണല്ലോ. എന്തായാലും ഈ സാമ്പത്തിക വിപ്ലവത്തിൽ ഇന്ത്യയുടെ നീക്കങ്ങളും ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. റഷ്യക്കെതിരെ ഉപരോധം വന്നപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് കനത്ത വിലയ്ക്ക് എണ്ണ വാങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ പണം ഡോളറിൽ നൽകാൻ കഴിയാത്തത് കൊണ്ട് ഇന്ത്യയും റഷ്യയും ചേർന്ന് രൂപ-റൂബിൾ ഇടപാട് സംവിധാനമാണ് ശക്തമാക്കിയത്. കൂടാതെ ഇന്ത്യയുടെ സ്വന്തം പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPIയും വൺ കാർഡ് സംവിധാനങ്ങളും ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള എണ്ണ കച്ചവടം ഡോളറിന് പകരം ഇന്ത്യൻ രൂപയിലും UAE ദർഹത്തിലും നടത്താനുള്ള കരാറുകളിൽ ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരടങ്ങുന്ന ബ്രിക്സ് സഖ്യം തങ്ങളുടേതായ ഒരു പുതിയ ആഗോള പേയ്മെന്റ് സംവിധാനവും ഒരു പൊതു കറൻസിയും കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോഴുമുള്ളത്. എന്നാൽ സ്വിഫ്റ്റ് എന്ന മാരകായുധം അമേരിക്ക അമിതമായി ഉപയോഗിക്കുന്നത് അവരുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകുമോ എന്നൊരു വലിയ ചോദ്യം ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ തന്നെ ഉയർത്തുന്നുണ്ട്. എത്ര കാലം അമേരിക്കയ്ക്ക് ഇങ്ങനെ എല്ലാവരെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുമല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഉപരോധങ്ങളെ ഭയന്ന് ലോകരാജ്യങ്ങളെല്ലാം സ്വിഫ്റ്റിനും ഡോളറിനും ബദലുകൾ കണ്ടെത്താൻ തുടങ്ങിയാൽ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനുള്ള ഡിമാൻഡ് വൻതോതിൽ ഇടിയും. ലോകത്തിന്റെ റിസർവ് കറൻസി എന്ന പദവി ഡോളറിന് നഷ്ടമാവുകയാണെങ്കിൽ അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്കായിരിക്കും വഴി തുറക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സ്വിഫ്റ്റിനെ പോലെ ഇത്രയും വിപുലവും ആഗോളതലത്തിൽ വിശ്വാസ്യത നേടിയതുമായ മറ്റൊരു സംവിധാനമില്ല എന്നത് അമേരിക്കയ്ക്ക് ഇപ്പോഴും വലിയൊരു മേധാവിത്വം നൽകുന്നുണ്ട്. അത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശ്വാസവും. എന്നാൽ എല്ലാ കാലത്തും ഇത് നടക്കണമെന്നില്ല. ചൈനയുടെ CIPS ആണെങ്കിലും റഷ്യയുടെ സംവിധാനമാണെങ്കിലും അവർക്ക് ഇപ്പോഴും സ്വിഫ്റ്റിന്റെ അത്രയും ആഗോള സ്വീകാര്യത ലഭിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. ചുരുക്കി പറഞ്ഞാൽ വരും ദശകങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കേവലം അതിർത്തികൾ പിടിച്ചെടുക്കാനുള്ള യുദ്ധങ്ങൾക്കായിരിക്കില്ല. ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിക്കും. മറിച്ച് ആഗോള ധനകാര്യ വ്യവസ്ഥയുടെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഇത്തരം നിശബ്ദ യുദ്ധങ്ങൾക്കായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു ശീതയുദ്ധത്തിന് തന്നെയായിരിക്കും. കപ്പൽ പാതകൾക്കും പ്രകൃതി വിഭവങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം പോലെ തന്നെ അതിശക്തമാണ് സ്വിഫ്റ്റും ഡോളറും നിലനിർത്താൻ അമേരിക്കയും അതിനെ തകർക്കാൻ വേണ്ടി മറ്റ് ശക്തികളും നടത്തുന്ന ഈ അദൃശ്യ സാമ്പത്തിക യുദ്ധം എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സാമ്പത്തിക പരമാധികാരത്തിന്റെ ഈ ആയുധം വരും വർഷങ്ങളിൽ ആരുടെ കൈകളിലാണ് ഭദ്രമാവുക എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ എന്തായാലും അത് കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ വീണ്ടും വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമാവും. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.